ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് മഞ്ചേരി വീട്ടിൽ പറമ്പ് കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ചെടികളാണ് കേട്ടോ. എല്ലാവരും വീട് മുറ്റത്തും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെടികളൊക്കെ. ഇപ്പം ഇങ്ങനെ ആരും നട്ട് വളർത്തൂലല്ലോ. എന്നാലും എന്നും കാണാൻ ഭംഗിയുള്ള ഒരു തരം ചെടിയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ ഞങ്ങളിതിന് കളർ ചെടി എന്നാണ് പറയാം കേട്ടോ. അതുപോലെ തന്നെയാണ് ചെമ്പരത്തിയും ഇപ്പോൾ എവിടെയും കാണാറില്ല. കാരണം മൊത്തം മുറ്റങ്ങളും പറമ്പൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയ കാരണം ചെമ്പരത്തി എവിടെയും ഇപ്പോൾ അധികം കാണാറില്ല. പണ്ട് മതിലിന് പകരം ചെമ്പരത്തിയൊക്കെയാണല്ലോ ഉണ്ടാവുക. എല്ലാ മതിലിൻ്റെ സൈഡിൽ കൂടെയും ചെമ്പരത്തി ഉണ്ടാവും. ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ വെട്ടി ഒഴിവാക്കി മതിലല്ലേ, എല്ലാ വീടിനും മതിലല്ലേ. പണ്ട് മതിലുകൾ കുറവായിരുന്നല്ലോ. ഇത് കാണാൻ തന്നെ ഒരു സുഖമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഒരു കുന്നും പ്രദേശമായ കാരണം നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും പറമ്പ് കൂടെ അങ്ങനെ നടക്കുമായിരിക്കും. ഒരു 4 മണിക്ക് ശേഷവും അതുപോലെ രാവിലെ ഒരു 9 മണിൻ്റെ മുമ്പേയും എനിക്ക് തന്നെ കേട്ടോ പണി. ഉമ്മ താമസിക്കണ ഈ വീട്ടിൽ കിണറില്ല കേട്ടോ. കുഴൽ കിണർ അടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും. അതും പറ്റുന്നില്ല. അതൊരു കുന്നം പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സാധാ കിണർ കുഴിച്ചാലൊന്നും വെള്ളം കാണൂല. കുഴൽ കിണർ അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പുറം ഇപ്പുറം വീട്ടിലൊക്കെ കുഴൽ കിണർ തന്നെയാണ് കേട്ടോ. പക്ഷെ അതിനത്രയും എമൗണ്ട് ആവൂലേ. അപ്പോൾ അതുകൊണ്ട് കുഴൽ കിണർ ഇതിപ്പോൾ എന്നും 2 ദിവസം കൂടുമ്പോൾ വെള്ളം അടിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. 500 രൂപയാണ് 1000 ലിറ്റർ വെള്ളത്തിന് കേട്ടോ. ഇങ്ങനെയാണ്. ഇത് പിന്നെ നമ്മളെ ഗസ്റ്റ് വന്നതാട്ടോ. കല്യാണം കഴിഞ്ഞ ആ ടീം രാത്രിയിലാണ്. രാത്രി 9-9:30 ആയിട്ട് അവരെത്തിയപ്പോൾ അവർ എടക്കര നമ്മുടെ തറവാട്ടിൽ വല്ലുമാനൊക്കെ പോയി കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ടൈം ലേറ്റായിട്ട് അവർ എത്തിയത്. അവർ ഒരുപാട് ക്ഷീണിച്ചിട്ടാട്ടോ വരുന്നത്. ഇത് അമ്മാവൻ്റെ ചെറിയ മോളാണ് കേട്ടോ ഈ ചെറുത്. അവൾ ഉറക്കപ്രാന്തിലാണ് വരുന്നത് കേട്ടോ. മറ്റേ പിന്നെ മരുമക്കളാണ് 2 പേര്. അമ്മാവന് 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയാട്ടോ. ചെറുതാണ് പെണ്ണ്. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ പോകുമ്പോൾ ഒരു 11:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു തനി നാട്ടും പ്രദേശമാണ് കേട്ടോ. കുന്നും മലയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് കാണിക്കാത്തത് കേട്ടോ. ഇങ്ങനെ ആടുകളെയൊക്കെ ലാമി ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ ഒന്നായിട്ട് ഒരുപാട് ആടുകളെയൊക്കെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ അവൾ പറഞ്ഞത് മാനാണോ എന്ന് ചോദിച്ചു. കാരണം ഇവളങ്ങനെ ഡയറക്റ്റ് അടുത്ത് വെച്ചിട്ട് ആടുകളെ കണ്ടിട്ടില്ല, വീഡിയോസിലും ഫോട്ടോസിലൊക്കെ അല്ലാതെ. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അവിടെയുള്ള പൂക്കളൊക്കെ പറിച്ചു കൊടുത്തിട്ട് ആൾ എന്തൊക്കെയോ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മിത്തും ഷീബയും, ഒരാൾ എൻ്റെ ജ്യേഷ്ഠത്തിയും ഒരാൾ എൻ്റെ മോളുമാണ് കേട്ടോ മറ്റത്. അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. തിരൂർ പോവാണ് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അവർ പോണത് ലാമിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവരിങ്ങനെ ടാറ്റാന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ കോളേജിലേക്കാണ്, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ഇവൾക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ കൂടുന്ന പണിയാണ് കേട്ടോ ഇവൾക്ക്. കരഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും അവരെ ഒപ്പം പോകാനുള്ള വഴി ഇവൾ നോക്കും. പക്ഷേ ഇതിപ്പോൾ സ്കൂളിലാണെന്ന് പറഞ്ഞ കാരണേ, സ്കൂളിൽ പോകാൻ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പോണത് കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സിറ്റൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രദേശമാണ് കേട്ടോ. ആ നടുക്ക് റോഡാണേ. ഇവിടെ റെക്സിനാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ടൈൽസും ഇതൊന്നും പതിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത കാരണം അടി കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അങ്ങനെ റെക്സിനിട്ടതാണ് കേട്ടോ. ഇമ്മാക്ക് തന്നെ എപ്പോഴും പണിയാണ്. ഓരോ ഇലകൾ പെറുക്കിക്കൊണ്ടിരിക്കും. അടിച്ചു വരികയാണ് കേട്ടോ പണി. ആളിപ്പോൾ അടുത്ത് സർജറി കഴിഞ്ഞ് വന്ന ആളാണ്. റെസ്റ്റൊന്നുമില്ല. ലാമിത കുറേ കല്ലും മുട്ടിയൊക്കെ കൊണ്ടുവന്ന് ഓരോന്ന് കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ചൂലൊക്കെ വാങ്ങി ഇതാ അടിച്ച് വാരി പഠിക്കുകയാണ്. ഇങ്ങനെയാണ് അടിച്ച് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇട്ട വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ലയെന്നറിയാം. പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നമ്മുടെ ഈ പരിസരം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഞാൻ വെറുതെ വീഡിയോസ് ഇട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കാര്യമായിട്ടൊന്നും ചെയ്യാത്തത്. ഇവിടുന്ന് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം നമ്മളെ സിറ്റൗട്ടിലിരുന്ന് അങ്ങനെ നോക്കിയാൽ കാണും കേട്ടോ. അപ്പോൾ സ്റ്റേഡിയത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിന് സമയവും സന്ദർഭം ഒത്തു വരുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.